ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാനൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ടൊരു കാര്യമില്ല കേട്ടോ, ഒരു റാൻഡം ഡേ. അപ്പോൾ റാൻഡായിട്ടൊരു പായസം കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ നമ്മളിന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കാം കേട്ടോ. കിച്ചണിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. നമ്മൾ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിതൊരു സേമിയ പായസം ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിരിക്കണത്. അപ്പം നമ്മളിതാ ഈ കണ്ടോ ഫ്ലവർ, ഇതിൽ ഈ ഒരു ഫ്ലവർ നല്ല രസമായിട്ടോ കാണാൻ. കാണിച്ചതാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഇത് ഇങ്ങനെ അവിടെ വെച്ചേക്കാണല്ലോ. അപ്പം നമുക്ക് താഴത്തേക്ക് പോകാം. അപ്പം നമ്മളിത് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. സേമിയയും പാലും പിന്നെ മുന്തിരി എനിക്ക് അധികം ഇഷ്ടമല്ല പായസത്തിലിടാൻ, അതുകൊണ്ട് ഞാൻ മുന്തിരി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്, അതും പാലും സേമിയൊക്കെ ഇവിടെ ഉണ്ട്. പാലും സേമിയ ഒന്ന് പുറത്തുനിന്ന് വാങ്ങി, അണ്ടിപ്പരിപ്പ് ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം ഒന്നും പായസം ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താവുമെന്ന് നമുക്ക് അവസാനം കാണാം കേട്ടോ. എല്ലാം ഒന്ന് തുറന്നിടാം, കാരണം കുറച്ച് കണ്ടോ നല്ല വെളിച്ചുണ്ടാവും, നല്ല കാറ്റും ഉണ്ടാവും. കണ്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ. ഉരുളിയിലാണ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്കിന്ന് പായസം ഉണ്ടാക്കാം. ഇതാ സേമിയ ഇവിടെ ഉണ്ട്, പാലും ഇവിടെ ഉണ്ട്. ഇത് ചാമ്പയ്ക്കാണ് കേട്ടോ, ഇത് അമ്മ കൊടുന്നതാണ്. ഇത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. വീഡിയോ അങ്ങനെ ലാഗായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര സ്ലോവിൽ സംസാരിക്കണത്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ നല്ല സ്ലോവിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വേഗം 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 കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാല് തിളപ്പിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ. അപ്പോൾ നമുക്ക് പാല് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് മുന്നേ തന്നെ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. അതായത് നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ടൊന്ന് പൊടിച്ച് വെക്കണം. അതായത് ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ കൂടെ ഗ്രൈൻഡ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഗ്രൈൻഡായിട്ട് വരും. അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആയിട്ട് നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്യേണ്ട ആ പ്രൊസീജിയർ ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സേമിയ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള സേമിയയ്ക്ക് പകരം ഒരു നൈസായിട്ടുള്ള സേമിയ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു പായസം കിട്ടും കേട്ടോ. മറ്റേതും ടേസ്റ്റാണ്, പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റാണ്. അതായത് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്ന പോലെ നല്ലൊരു ടേസ്റ്റുള്ള സേമിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റ് മാത്രം എടുക്കുന്നുള്ളൂ. പിന്നെ 2 പാക്കറ്റ് പാലും കൂടിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മിക്സിയിൽ പഞ്ചസാരയും ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നേരം ഫോണ് ഈ ഒരു സ്റ്റാൻഡിലായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. നമുക്കിവിടെ വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വർക്കും ചെയ്യാം, വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ബാക്കിൽ കുറേ മെസ്സായിട്ട് കിടക്കുന്നത് കാണാം. ഇതൊക്കെ നമ്മൾ റാക്കിൽ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതൊന്നും ആരും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് അതായത് ഇപ്പോൾ ആവശ്യമില്ലാത്തത് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഡോറില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ പാല് രണ്ടും തിളപ്പിക്കാൻ വെക്കുകയാണ്. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചതും ഏലക്കയും, ഈ പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പാല് തിളച്ച് വന്നതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യും. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതാ നമ്മുടെ സേമിയ റോസ്റ്റഡ് സേമിയ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്യും. അപ്പോൾ അതൊന്ന് വെന്ത് വരും. പിന്നെ നമ്മൾ അത്രത്തന്നെ ഉള്ളൂ. ഈ സേമിയ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അത് എടുത്ത് ഇങ്ങനെ ഇടുക വേണ്ടു, അല്ലാതെ ആ സമയത്ത് ചെയ്യുമ്പോൾ എനിക്ക് ഒക്കെ കൂടിയിട്ട് സ്ട്രെസ് വരും. അപ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് സേമിയ പൊടിച്ച് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നോ അറിയില്ല, നല്ല നൈസ് സേമിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അടിപൊളി. 2
പാക്കറ്റ് മിൽമയുടെ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ പറയുക, 1 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പാക്കറ്റ് പാലിന് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ പാൽ ഇവിടെ 2 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടാം, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. പാല് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അവിടെ പോയി നിൽക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പാലിൻ്റെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴൊന്നും തിളക്കില്ല, നമ്മൾ എങ്ങനെയും പോയാൽ തിളയ്ക്കും. അതുകൊണ്ട് ഞാൻ ഈ കയ്യിലും പിടിച്ച് പാലിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. പായസം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഒന്നുകൂടി നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചായിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുമ്പോൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയുടെയും മിക്സ് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സേമിയ അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയും പിന്നെ വെള്ളം കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് ഇരിക്കെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം വരെ നമുക്കിത് ഈ പായസത്തിലോട്ട് ആഡ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സംഭവം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം വരെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. പായസം അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കാം. അതിന് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗീയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ നെയ്യിലേക്ക് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സേമിയ മിക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം കുടിക്കാം കേട്ടോ. ഫൈനലി നമ്മുടെ പായസം അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു പായസം ഉണ്ടല്ലോ നന്നായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ നൈസ് സേമിയ ആയതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് തണുക്കുക, എന്നിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് ഐസ്ക്രീം പോലെ ഇങ്ങനെ കോരി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.